നമ്മൾ എന്ന സിനിമയിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ ഭാവന അനിയത്തി വേഷങ്ങളിൽ തഴയപ്പെട്ട് നിൽക്കുമ്പോഴാണ് തമിഴിൽ നിന്ന് കോൾ വരുന്നത്. ചിത്തിരം പേസുതേടി എന്ന ചിത്രത്തിലൂടെ തമിഴിലെത്തിയ ഭാവന പിന്നീട് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് ഗംഭീര മേക്ക് ഓവറിലൂടെയാണ്. അതിനുശേഷം നായക വേഷങ്ങളിൽ സജീവമായി. താരമിനി എന്ന് തമിഴ് സിനിമാ ലോകത്തിലേക്ക് വരുമെന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് അജിത്തിനൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അജിത്തിന്റെ വിടാമുയർച്ചി എന്ന ചിത്രത്തിൽ ഭാവനയുമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ അല്ല, അതൊരു പേഴ്സണൽ കൂടിക്കാഴ്ചയായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ചിയാറു ബാലു. അസൽ എന്ന ചിത്രത്തിലാണ് ഭാവനയും അജിത്തും നേരത്തെ ഒന്നിച്ചഭിനയിച്ചത്. അന്നു മുതൽ ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. തുനിവ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് മഞ്ജു വാര്യരുമൊത്ത് അഭിനയിക്കവേ തനിക്ക് ഭാവനയുമായി സംസാരിക്കണമെന്ന് അജിത്ത് പറയുകയായിരുന്നു അത്രേ. എന്നാൽ അന്ന് മഞ്ജു ഫോണിൽ ട്രൈ ചെയ്തുവെങ്കിലും കിട്ടിയില്ല. മറ്റൊരു നമ്പറിലേക്ക് കൂടി വിളിച്ചു നോക്കി, പക്ഷെ അതും നോട്ട് റീച്ചബിൾ ആയിരുന്നു. പിന്നീട് തന്റെ സഹോദരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ യാദൃശ്ചികമായി ഭാവന മഞ്ജുവിനെ വിളിച്ചു. സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈയിലായിരുന്നു. അപ്പോഴാണ് മഞ്ജു പറഞ്ഞത്, അജിത് സാർ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന്. നോക്കിയപ്പോൾ അജിത്തിന്റെ വിടാമുയർച്ചി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ചെന്നൈയിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഭാവന അജിത്തിനെ നേരിട്ട് പോയി കണ്ടത്. അന്ന് ലഞ്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് അജിത്ത് പറഞ്ഞിരുന്നു. ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞതെന്നും ചിയാറു ബാലു പറയുന്നു. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.